Good morning, all. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസത്തെ നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ. അക്രഡിറ്റേഷൻ കോസ്റ്റ് വരെയാണ് അല്ലെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് റീ അക്രഡിറ്റേഷൻ പ്രോസസ് അത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്തത് എന്തെങ്കിലും ഡൗട്ട്സോ വല്ല ക്ലാരിഫിക്കേഷനോ വേണോ? ഓക്കെ ആണോ എല്ലാം? ഓക്കെ, എന്നാ കണ്ടിന്യൂ ചെയ്യാലോ? ക്ലാസ് എടുത്തോട്ടെ മിസ്. റീ അക്രഡിറ്റേഷൻ പ്രോസസ് അല്ലേ? നമ്മ പറഞ്ഞ എന്താണ്, നമുക്ക് ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മ അത് റിന്യൂ ചെയ്യണം അല്ലേ? വേണ്ടേ? 3 വർഷം കൂടുമ്പോഴും റിന്യൂ ചെയ്യണം അല്ലെ? നമ്മ എന്താണ് റിഗറസ് ആയിട്ടുള്ള ഓൺസൈറ്റ് സർവേ നടത്തി റീസർവേ നടത്തണം അല്ലെ? അപ്പൊ എന്താണ് റീ അക്രഡിറ്റേഷൻ പ്രോസസ്? JCI അക്രഡിറ്റേഷൻ ഈസ് റിക്വയർഡ് every 3 years following the original survey. അവരുടെ ഒറിജിനൽ സർവേ അല്ലെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഓരോ 3 വർഷത്തിലും ഈ ഒരു റീസർവേ അവര് റീ അക്രഡിറ്റേഷൻ സർവേ ഹോസ്പിറ്റലിൽ നടത്തണം അല്ലെ? നമ്മുടെ ആ ഒരു അക്രഡിറ്റേഷൻ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ആണോ? നമുക്ക് എന്താണ് ആദ്യത്തെ അക്രഡിറ്റേഷൻ കഴിഞ്ഞ് ഓരോ 3 വർഷവും കൂടുമ്പോൾ നമ്മുടെ ആ ഒരു അക്രഡിറ്റേഷൻ റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും അവർ റീസർവേ നടത്തണം. ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് റീസർവേ നടത്തണം. 6 to 9 months ബിഫോർ ദി അക്രഡിറ്റേഷൻ ഈസ് ഡ്യൂ അല്ലേ? എന്താണ് റീ അക്രഡിറ്റേഷൻ സർവേ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ റീ അക്രഡിറ്റേഷൻ സർവേ ആണെങ്കിലും എത്ര സമയം ഉണ്ടാവും? 6 to 9 months ഡ്യൂറേഷൻ അല്ലേ? 6 മുതൽ 9 മാസം വരെ ആയിരിക്കും അല്ലെ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ ഹോസ്പിറ്റൽ ഷുഡ് സബ്മിറ്റ് ദെയർ റിവൈസ്ഡ് ആപ്ലിക്കേഷൻ ആൻഡ് ഷെഡ്യൂൾ JCI അക്രഡിറ്റേഷൻ റീസർവേ. എന്താണ് നമുക്ക് റീസർവേ നടത്തണമെങ്കിൽ ഹോസ്പിറ്റലുകാർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് റീസർവേ നടത്തണമെങ്കിൽ ഇവര് എന്ത് സബ്മിറ്റ് ചെയ്യണം? അപ്ലിക്കേഷൻ അല്ലെ? റിവൈസ്ഡ് ആപ്ലിക്കേഷൻസും പിന്നെ എന്താണ് അതിനാവശ്യമായിട്ടുള്ള ഡേറ്റും ഷെഡ്യൂൾ ചെയ്യണ്ടേ? അക്രഡിറ്റേഷൻ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഡേറ്റും റീസർവേയുമായി ബന്ധപ്പെട്ട് അവര് ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ ആണോ? ഹോസ്പിറ്റലില് അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഓരോ 3 വർഷം കഴിയുമ്പോഴും എന്ത് ചെയ്യണം? അവര് റീ അക്രഡിറ്റേഷൻ സർവേ നടത്തണം അല്ലെ? അപ്പൊ റീ അക്രഡിറ്റേഷൻ സർവേ 6 മുതൽ 9 മാസം വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഈ റീ അക്രഡിറ്റേഷൻ സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാരെ എന്താണ് റീ അക്രഡിറ്റേഷൻ അപ്ലിക്കേഷനും കൂടാതെ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റും ഷെഡ്യൂൾ ചെയ്യണം. ഓക്കെ ആണോ? അതിനെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് JCI അക്രഡിറ്റേഷൻ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. ഇന്ത്യയില് JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് കേട്ടോ? എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾ അല്ല, ഏതൊക്കെ ഹോസ്പിറ്റലിനാണെന്ന് ഇത് എക്സാമിന് വരുന്നതാണ് കേട്ടോ. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ നോക്കി വെക്കാം കേട്ടോ. എന്താണ്? ആദിത്യ ബിർള മെമ്മോറിയൽ ഹോസ്പിറ്റൽ, പൂനെയിലുള്ള ആദിത്യ ബിർള മെമ്മോറിയൽ ഹോസ്പിറ്റലിന് കിട്ടിയിട്ടുണ്ട്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട് അല്ലെ? പാലക്കാടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല.
ഓക്കെ. എന്താണ് പാലക്കാടുള്ള അഹല്യ ഫൗണ്ടേഷൻ ഐ കെയർ ഹോസ്പിറ്റലിന് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതെന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ് അല്ലെ, അഹല്യ ഹോസ്പിറ്റൽ അല്ലെ, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ് അല്ലെ, ഐ കെയർ മാത്രമാണ് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് അലക്സിസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന അലക്സിസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നെക്സ്റ്റ് അപെക്സ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന അപെക്സ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അപ്പോളോ ഗ്ലിനേഗൽസ് ഹോസ്പിറ്റൽ, കൊൽക്കത്തയിലുള്ള അപ്പോളോ ഗ്ലിനേഗൽസ് ഹോസ്പിറ്റലിന് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലിൽ, ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിന് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഹൈദരാബാദിലുള്ള, ചെന്നൈയിലാണ്. ഓക്കെ, പോയിട്ടുണ്ടോ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ. നെക്സ്റ്റ് എന്താണ് അപ്പോളോ ഹോസ്പിറ്റൽ ഹൈദരാബാദിലുള്ള അല്ലെ, അപ്പൊ കൊൽക്കത്തയില്, ചെന്നൈയില്, ഹൈദരാബാദിലുള്ള അപ്പോളോ, ഈ അപ്പോളോയുടെ ബ്രാഞ്ചസ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 സ്ഥലത്തും സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ഹോസ്പിറ്റലിന് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആസ്റ്റർ മെഡ്സിറ്റി അല്ലെ, കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്റ്റർ മെഡ്സിറ്റിക്കും JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്റ്റർ മെഡ്സിറ്റിയിൽ ഒരുപാട് ഫോറിനേഴ്സ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഫോറിനേഴ്സ് അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതേപോലെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മിക്ക ഹോസ്പിറ്റലിലും എന്താണ് നമ്മുടെ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യില്ലേ, മെഡിക്കൽ ടൂറിസം ആണ് അല്ലെ, ആണോ? ആണോ? ഇന്റർനാഷണൽ ലെവലിലല്ലേ നമ്മുടെ JCI അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്, കൊടുക്കുന്നത്. അപ്പൊ അതെന്താണ് മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫോറിനേഴ്സ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ നാടുകളിലേക്ക് അല്ലെ, നമ്മുടെ രാജ്യത്തേക്ക് എന്തിനു വന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ എന്താണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്റ്ററില്, ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നുണ്ട്. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. പൂനെയിലുള്ള ആദിത്യ ബിർള മെമ്മോറിയൽ ഹോസ്പിറ്റല്, പാലക്കാട് സ്ഥിതി ചെയ്യുന്ന അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ അല്ലെ, ഐയുടെ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണ് അല്ലെ. പിന്നെ നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന അലക്സിസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്, അപെക്സ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ഗ്ലിനേഗൽസ് ഹോസ്പിറ്റൽ, കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന. നെക്സ്റ്റ് അപ്പോളോ ഹോസ്പിറ്റൽ അല്ലെ, ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ഹോസ്പിറ്റല്, ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ഹോസ്പിറ്റല്, കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിനൊക്കെ എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, നോക്കി വെക്കാട്ടോ, പേരുകള് നോക്കി വെക്കേ. ക്ലിയർ ആണോ? ജസ്റ്റ് ഹോസ്പിറ്റലിലെ പേരുകളാണ് അല്ലെ, ജസ്റ്റ് ഹോസ്പിറ്റലിലെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്പാരിസൺ ഓഫ് നാബ് വിത്ത് JCI. ഇങ്ങനെ നാബിന്റെ ചാപ്റ്റേഴ്സ് ഒരുവിധായി, നാബിന്റെ സെക്ഷൻ ഒരുവിധായോ? നമുക്ക് JCIയുടെ മുമ്പ് നാബിന്റെ പഠിക്കുന്നുണ്ട് അല്ലെ, ഒരുവിധായി. അപ്പൊ നോക്കിയേ, നമ്മുടെ നാബും JCIയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇതിൽ പറയുന്നത് അല്ലെ. JCIയുമായി നാബിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടും. അവിടുത്തെ ഫെസിലിറ്റീസിന്റെയും അവിടുത്തെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മ എന്ത് പറഞ്ഞു, മെഡിക്കൽ കോളേജുകളൊക്കെ പറഞ്ഞോ, മറന്നുപോയോ? അവരതിനു വേണ്ടി കൊടുക്കണം, സബ്മിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, കമ്പാരിസൺ ഓഫ് നാബ് വിത്ത് JCI അല്ലെ. എന്താണ് JCIയുമായിട്ട് നമ്മുടെ നാബിന്റെ കമ്പാരിസൺ, താരതമ്യം നോക്കിയേ. NAB is propagated by QCI and Indian product, where JCI is the international arm of American JCAHO. എന്താണ് NAB? നമ്മുടെ എന്താണ് ഇന്ത്യൻ പ്രോഡക്റ്റ് ആയ അല്ലെ, ഇന്ത്യയിലെ തന്നെ ഉൽപ്പന്നമായ അല്ലെ, ഇന്ത്യയിലെ തന്നെ ആണ് അല്ലെ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് എന്താണ്
ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ, പ്രചരിപ്പിച്ചിട്ടുള്ളതാണ് നാബ്. എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലുകളുടെ അക്രഡിറ്റേഷന് വേണ്ടി ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുള്ള അതിന്റെ ഒരു ഭാഗമാണ് നാബ് അല്ലെ. പക്ഷേ നമ്മുടെ JCA എന്താണ്? ഇന്റർനാഷണൽ ആണ് അല്ലെ, അന്താരാഷ്ട്ര നിലവാരത്തിലല്ലേ, അന്താരാഷ്ട്ര പ്രോഡക്റ്റ് അല്ലേ അല്ലെ, അന്താരാഷ്ട്ര രീതിയിലാണ് അല്ലെ, US ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ, നമ്മുടെ അമേരിക്ക ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് അല്ലെ. അപ്പൊ JCA ഈസ് ദ ഇന്റർനാഷണൽ ആം ഓഫ് അമേരിക്കൻ. JCAHA എന്ന് പറഞ്ഞാല് ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. എന്താണ്? ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. നമ്മുടെ അമേരിക്കൻ US ബേസ്ഡ് ആയിട്ടുള്ള ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു ഭാഗമാണ് നമ്മുടെ JCA. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ് JCA, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ ആണോ? നമ്മുടെ എന്താണ് നാബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലെ ക്വാളിറ്റി കൗൺസിൽ, എന്താണ് ഇന്ത്യയിലെ ഗുണനിലവാരം അസസ് ചെയ്യുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് നാബ്. പക്ഷെ എന്താണ് JCA എന്ന് പറയുന്നത് US ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഇന്റർനാഷണൽ തലത്തിലുള്ള അല്ലെ, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിഭാഗമാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് both are divided into patients and administrative section of health care അല്ലെ. എന്താണ് നമ്മുടെ നാബിനും JCAയ്ക്കും നമ്മൾ രണ്ട് രീതിയിലുള്ള സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് അല്ലെ, പറയുന്നുണ്ടോ? ഇല്ലേ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് അല്ലെ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആണോ? അഡ്മിനിസ്ട്രേഷൻ ടാസ്ക് ആണോ? അപ്പൊ എന്താണ്? both are divided into, നമ്മുടെ നാബും JCAയും ഡിവൈഡഡ് into എന്താണ്? പേഷ്യന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ അല്ലെ. ആരോഗ്യ സംരക്ഷണത്തിന്റെ എന്താണ്? ഹെൽത്ത് കെയേഴ്സിന്റെ എന്താണ്? രോഗി കേന്ദ്രീകൃതവും അഡ്മിനിസ്ട്രേറ്റീവ് കേന്ദ്രീകൃതവുമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. നമുക്ക് ആ സ്റ്റാൻഡേർഡ് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ. മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡും അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ ഈ രണ്ട് വിഭാഗവും നാബും JCAയും നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ രണ്ട് വിഭാഗങ്ങളായി പേഷ്യന്റ് സെന്റേർഡും അഡ്മിനിസ്ട്രേറ്റീവ് സെന്റേർഡും അല്ലെങ്കിൽ മാനേജ്മെന്റ് സെന്റേർഡുമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മെജോറിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ബോത്ത് ആർ സെയിം അല്ലെ. നമുക്ക് കണ്ടു സ്റ്റാൻഡേർഡ് കണ്ടപ്പോ പറഞ്ഞല്ലോ രണ്ടിലും മെജോറിറ്റി സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാണ്? ഒരേപോലെ ഉള്ളതാണ് അല്ലെ. മെജോറിറ്റി സ്റ്റാൻഡേർഡ് ഫോർ ബോത്ത് ആർ സെയിം. എന്താണ്? രണ്ടിന്റെയും ഭൂരിഭാഗം മെജോറിറ്റി സ്റ്റാൻഡേർഡുകളും എന്താണ്? സെയിം ആണ്. ഈ JCA നോട്ട് ഓൾ ഒബ്ജക്റ്റ് എലമെന്റ്സ് ആർ മാൻഡേറ്ററി. നമ്മൾ JCAയിൽ പറയുന്ന ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡുകൾ നമ്മുടെ JCAയില് 1400-ൽ പരം ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ എല്ലാം എന്താണ്? നിർബന്ധമായിട്ടും പാലിക്കേണ്ടതില്ല. ഒരു ഹോസ്പിറ്റലിൽ 1400-ൽ കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് പാലിക്കാൻ പറ്റുമോ? അതൊരു വലിയൊരു ടാസ്ക് ആണ് അല്ലേ. ഹിമാലയൻ ടാസ്ക് എന്നൊക്കെ പറയും അല്ലേ.
അപ്പൊ എന്താണ് ജെസിഐയില് പറയുന്ന 1400-ൽ കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും നിർബന്ധമായും പാലിക്കേണ്ടതില്ല. നമുക്ക് പറയുന്ന കീ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ, പ്രധാനമായും പറയുന്ന കീ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളാണ് പാലിക്കേണ്ടത്. ബട്ട് നോക്കിയേ, whereas for NAB they are mandatory, which makes it tougher to achieve അല്ലെ. പക്ഷെ എന്താണ് നമുക്ക് നാബില് പറയുന്ന സ്റ്റാൻഡേർഡുകൾ, നാബിൽ എത്ര സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്? 600-ൽ കൂടുതൽ സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് അല്ലെ. 600 and above ആണ് അല്ലെ. അപ്പൊ ആ 600-ൽ കൂടുതൽ സ്റ്റാൻഡേർഡുകൾ നിർബന്ധമായും പാലിക്കണം. അത് നേടിയെടുക്കാൻ അല്ലെ, ആ ഒരു നാബിന്റെ സ്റ്റാൻഡേർഡ് അതായത് നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ ആണോ? മൂന്നാമത്തേല് പറയുന്നത് നാബിന്റെയും ജെസിഎയുടെയും ഭൂരിഭാഗം സ്റ്റാൻഡേർഡുകളും മാനദണ്ഡങ്ങളും ഒരേപോലെയുള്ളതാണ്. ജെസിഐയിൽ പറയുന്ന 1400-ൽ കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും നിർബന്ധമായും പാലിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ നാബില് പറയുന്ന 600-ൽ കൂടുതലുള്ള ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി നിർബന്ധമായും പാലിക്കേണ്ടതാണ് അല്ലെ. ഇതെന്താണ്? ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് a comparative study shows that NAB standards are at par with JCA and other international standards accredited by ISQUA അല്ലെ. എന്താണ്? ഒരു താരതമ്യപ്പെടൽ, ഒരു കമ്പാരറ്റീവ് സ്റ്റഡി കാണിക്കുന്നത് നാബിന്റെ മാനദണ്ഡങ്ങള് JCAയും നമ്മുടെ ISQA അല്ലെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അക്രഡിറ്റഡ് ക്വാളിറ്റി കൗൺസിലും എന്താണ് അംഗീകരിച്ച മറ്റ് അന്താരാഷ്ട്ര നിലവാരങ്ങൾക്ക് തുല്യമാണ് അല്ലെ. നമ്മുടെ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ജെസിയും ISQAയും അംഗീകരിച്ചതല്ലേ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് അംഗീകരിച്ചതാണ് അല്ലെ. ആണോ? ആണ്. അപ്പൊ എന്താണ് നമ്മൾ നാബില് പറയാം, ഒരു താരതമ്യ പഠനം അനുസരിച്ച് നാബിന്റെ സ്റ്റാൻഡേർഡുകള് JCAയും ISQA ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അക്രഡിറ്റഡ് ക്വാളിറ്റി കൗൺസിലും പിന്നെന്താണ് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള എന്താണ് അന്താരാഷ്ട്ര നിലവാരങ്ങൾക്കും തുല്യമാണ്. ഓക്കെ ആണോ? നമ്മ പറഞ്ഞു അല്ലെ. നാബ് എന്താണ്? ഇന്ത്യയിലെ മാത്രം പ്രോഡക്റ്റ് ആണ് അല്ലെ, ഇന്ത്യയിലെ ഹോസ്പിറ്റലിന് മാത്രം അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ് അല്ലെ. പക്ഷെ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ എങ്ങനെയാണെന്ന് പറയുന്നു? ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ JCAയും ISQAയും അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് നാബില് പറയുന്നത്. ഓക്കെ ആണോ? നാബ് എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവലിലല്ല അല്ലെ, നാഷണൽ ലെവലിലാണ് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത് അല്ലേ. ആണ്. പക്ഷെ JCA എങ്ങനെയാണ്? ഇന്റർനാഷണൽ ലെവലിലാണ് ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അംഗീകാരം കൊടുക്കുന്നത് അല്ലേ. അപ്പൊ JCAയുടെ സ്റ്റാൻഡേർഡുകൾ എങ്ങനെയുള്ളതായിരിക്കും? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും അല്ലെ. ഇന്റർനാഷണലിൽ അംഗീകാരം കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും അല്ലെ. പക്ഷേ നോക്കിയേ, നാബിന്റെ സ്റ്റാൻഡേർഡുകളും എങ്ങനെയുള്ളതാണെന്ന്? ഇന്റർനാഷണൽ ലെവലില് അംഗീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് നാബിലും പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ JCAയും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അക്രഡിറ്റഡ് ക്വാളിറ്റി കൗൺസിലും അംഗീകൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് നമ്മുടെ നാബിലും പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അത്
നെക്സ്റ്റ് പറയുന്നത് നമ്മ പറഞ്ഞത് തന്നെയാ പറയുന്നത് കേട്ടോ. ദ സർട്ടിഫിക്കേഷൻ ഓഫ് JCI ആൻഡ് NAB ഹാസ് 3 year ഓഫ് അക്രഡിറ്റേഷൻ സൈക്കിൾ അല്ലെ. എന്താണ് നമ്മുടെ JCIയുടെ NAB-ന്റെയും സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 വർഷത്തെ അക്രഡിറ്റേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മ 3 വർഷം കഴിയുമ്പോഴാണ് ഇത് റീസർവേ നടത്തുന്നത് അല്ലെ. 3 വർഷം കഴിയുമ്പോൾ നമ്മ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും റീ അക്രഡിറ്റേഷൻ സർവേ നടത്തണം അല്ലെ. അപ്പൊ ഈ സൈക്കിൾ എങ്ങനെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മുടെ JCIയുടെയും NAB-ന്റെയും അക്രഡിറ്റേഷൻ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ ആണോ? അക്രഡിറ്റേഷൻ സൈക്കിള് NAB-ന്റെയും JCIയുടെയും ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മ എന്താണ് അതിനു വേണ്ട റീസർവേക്ക് വേണ്ട അപ്ലിക്കേഷൻ സമർപ്പിക്കുകയും അതിനു വേണ്ട ഡേറ്റ് സബ്മിറ്റ് ചെയ്ത് ആ റീസർവേ നടത്തുകയും വേണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് JCI സ്റ്റാൻഡേർഡ്സ് ആർ വിത്ത് 14 ചാപ്റ്റേഴ്സ്, 289 standards and 1400 plus objective elements. നമ്മുടെ JCIയില് 14 ചാപ്റ്റേഴ്സും 289 സ്റ്റാൻഡേർഡുകളും മാനദണ്ഡങ്ങളും 1400 കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും ഉണ്ട്. എന്നാൽ NAB-ൽ എത്ര ചാപ്റ്റേഴ്സ് ആണ്? 10 ചാപ്റ്റേഴ്സും 105 അല്ലെ സ്റ്റാൻഡേർഡ്സുകളും 600 കൂടുതൽ 600 and above ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളുമാണ്. പക്ഷേ ഓരോ വർഷം ചെല്ലും തോറും അല്ലെങ്കിൽ എന്താണ് ഇതിൽ മാറ്റങ്ങൾ വരോ? വരോ? ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യല്ലേ, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഒക്കെ എന്താണ്, നമുക്ക് ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള ഫെസിലിറ്റീസ് ഒക്കെയാണോ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ആണോ? അല്ല. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ. സ്റ്റാൻഡേർഡുകളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ? അപ്പൊ എന്താണ് ഇപ്പോഴ് എന്താണ് നമ്മുടെ JCIയില് 14 ചാപ്റ്റേഴ്സും 289 സ്റ്റാൻഡേർഡ്സും 1400 കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും ഉണ്ട്. എന്നാൽ NAB-ല് 10 ചാപ്റ്റേഴ്സ് 105 സ്റ്റാൻഡേർഡുകൾ അല്ലെ മാനദണ്ഡങ്ങളും 600 കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും ആണ് ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് JCI ഈസ് മോർ ദാൻ 65 year old ആണോ? നമ്മ പറഞ്ഞു ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1951 അല്ലെ ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ആണ്. അപ്പൊ ഇപ്പൊ 2025 ആയി അല്ലെ, 2025 വൈ അപ്പൊ 65 years ആയിട്ടുള്ളോ? 74 വർഷമായി അല്ലേ? 74 വർഷമായി നമ്മുടെ JCI വന്നിട്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആസ് ദി ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ ഹെൽത്ത് കെയർ ഓഫ് പേഷ്യൻസ് അല്ലെ. എന്താണ് രോഗികളുടെ സുരക്ഷയ്ക്കുള്ള ആരോഗ്യ സംരക്ഷണത്തില് അന്താരാഷ്ട്ര തലത്തില് എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് അംഗീകരിക്കുന്നതാണ് നമ്മുടെ JCI. നമ്മുടെ JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് 1994 അല്ലെ. പക്ഷെ JCI എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? ജോയിന്റ് കമ്മീഷന്റെ ഭാഗമല്ലേ? ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷന്റെ ഭാഗമാണ് അല്ലെ. അത് 1951 സ്ഥാപിച്ചത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെ. അപ്പൊ അതനുസരിച്ചാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ഡേറ്റ് തന്നേക്കുന്നത്. അതനുസരിച്ചാണ് കേട്ടോ. ഓക്കെ അല്ലേ? NAB-ന്റെ പറഞ്ഞിട്ടില്ല. NAB എന്നാ തുടങ്ങിയത്? NAB എന്നാ സ്റ്റാർട്ട് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്? 2006 അല്ലേ? ഓർമ്മയുണ്ടോ? 2006 അപ്പൊ ഇപ്പൊ എത്ര വർഷമായി? 19 വർഷമായി അല്ലേ? 19 years ആയി. ഒക്കെയാണോ? എഴുതി വെച്ചോട്ടോ, നോട്ട് ചെയ്ത് വെക്കാട്ടോ. എന്താണ് JCI
65 വർഷത്തിലേറെ അല്ലെ. ശരിക്കും പറഞ്ഞാല് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 74 വർഷത്തെ പഴക്കമുള്ളതും പിന്നെന്താണ് ആഗോളതലത്തില് രോഗികളുടെ സുരക്ഷയ്ക്കുള്ള എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡുമായി അംഗീകാരം നൽകുന്നതുമായിട്ടുള്ള ഒരു ബോർഡാണ് JCI. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് when more patients are satisfied, word of mouth spread and more patients then come to the hospital. നമ്മുടെ നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കുക അല്ലെങ്കിൽ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസ് മോർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ, കൂടുതൽ തൃപ്തരായിരിക്കും. എന്തുകൊണ്ടാണ്? പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ. ഗുണനിലവാരമുള്ള പരിചരണവും നമ്മുടെ രോഗികളുടെ സുരക്ഷയും ഉറപ്പ് നൽകുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസ് മോർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗിൽ പറഞ്ഞ പോലെ എന്താണ്? വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് അല്ലെ, വായ്മൊഴിയിലൂടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കല്ലേ. അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യോ. And more patients then come to the hospital. കൂടുതൽ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് due to adherence of NAB and JCI, there comes training of doctors, nurse and all the staff of the hospital, which leads to the quality process complaints which result in better patient satisfaction. എന്താണ് നമ്മുടെ നാബിന്റെയും JCIയുടെയും സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ JCIയും നാബും പറയുന്ന സ്റ്റാൻഡേർഡുകളും അവിടുത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ്സുകളും ഒക്കെ നമ്മൾ പാലിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അതർ സ്റ്റാഫുകൾക്കും നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കും അല്ലെ. അപ്പൊ അവർക്ക് കൂടുതൽ ട്രെയിനിങ്ങുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, അതർ സ്റ്റാഫുകൾക്ക് നമ്മൾ കൂടുതൽ ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യും. എന്താണ്? അവരുടെ എബിലിറ്റി വർദ്ധിക്കും, അവിടെ എബിലിറ്റി വർദ്ധിപ്പിക്കും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? And all the staff of the hospital which leads to the quality process complaints അല്ലെ, ക്വാളിറ്റി എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെ, ക്വാളിറ്റി ഉള്ള കെയർസ് കൊടുക്കാൻ സാധിക്കോ? പരിചരണങ്ങള് ഇല്ലേ, ഗുണനിലവാരമുള്ള പ്രക്രിയകളിലേക്ക് നയിക്കുന്നു അല്ലെ. നമ്മുടെ ഡോക്ടേഴ്സ് നൽകുന്ന സേവനങ്ങളായാലും നഴ്സുമാര് നൽകുന്നതായാലും അതർ സ്റ്റാഫുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളായാലും ക്വാളിറ്റി ഉള്ളതായിരിക്കോ, ഗുണനിലവാരമുള്ളതായിരിക്കോ? അപ്പൊ ഇത് എന്തിലേക്ക് നയിക്കുന്നു? വിച്ച് റിസൾട്ട് ഇൻ ബെറ്റർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസ് അല്ലെ. എന്താണ്? പേഷ്യൻസിന്റെ തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? ഇങ്ങനെ JCIയുടെയും നാബിന്റെയും സ്റ്റാൻഡേർഡുകൾ നമ്മൾ പാലിക്കുന്നത് കൊണ്ട് ഇല്ലേ. അപ്പൊ എന്താണ്? ഗുഡ് ഔട്ട്കംസ് ലഭിക്കുന്നു അല്ലെ, പേഷ്യൻസിന് ഗുഡ് ഔട്ട്കംസ് ലഭിക്കുന്നു അല്ലെ. അതെന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നു. ഓക്കെയാണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഒന്ന് വായിച്ചു നോക്കിയേ ഈ മിസ് എടുത്ത ഭാഗങ്ങള്. JCI മുതൽ ഫസ്റ്റ് മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ. മിസ് ഒരു റിവ്യൂ പോലെ ഒരു ഇതുപോലെ പറഞ്ഞുതരാം. JCI എന്താണ്? ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് അല്ലെ. ഇതെന്താണ്? ആഗോളതലത്തിൽ അല്ലെ, ഇന്റർനാഷണൽ ലെവലില് പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും എന്താണ് ക്വാളിറ്റി കെയറും ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ ഹെൽത്ത് കെയർ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അംഗീകാരം കൊടുക്കുന്നതാണ് JCI അല്ലെ. ഇത് 1951 ജോയിന്റ് കമ്മീഷൻ സ്ഥാപിച്ചു. അതിനുശേഷം 1994 അല്ലെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആയി അല്ലെ. അന്താരാഷ്ട്ര ലെവലില് പേഷ്യൻസിന്റെ ഗുണനിലവാരവും ക്വാളിറ്റി കെയറും ഉറപ്പു നൽകി. ഇവര് ഈ ഒരു ക്വാളിറ്റി കെയറും പേഷ്യന്റ് സേഫ്റ്റിയും ഉറപ്പ് നൽകുന്നത് എന്തിലൂടെയാണ്? ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന്. എങ്ങനെയാണ് അവരുടെ ആ ഒരു ലക്ഷ്യം അവർ പ്രാവർത്തികമാക്കുന്നത്? അക്രഡിറ്റേഷനിലൂടെ അല്ലെ. JCI അക്രഡിറ്റേഷനിലൂടെ അല്ലേ.
ഓക്കെ. പിന്നെ ഓരോ 3 വർഷം കഴിയുമ്പോഴും അല്ലെ നമ്മ എന്ത് ചെയ്യണം? റീ അക്രഡിറ്റേഷൻ നടത്തണം അല്ലെ. അക്രഡിറ്റേഷൻ നമ്മുടെ ജെസിഎയുടെ അക്രഡിറ്റേഷൻ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ എന്ത് നടക്കുന്ന? റിഗേറസ് ആയിട്ടുള്ള ഓൺസൈറ്റ് സർവേ നടക്കുന്നുണ്ടോ? അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ് ജെസിഎയുടെ സർവേയേഴ്സ് വന്നും കാണിട്ട് എന്താണ് കഠിനമായിട്ടുള്ള എന്ത് ഓൺസൈറ്റ് സർവേ നടത്തുന്നു. ഓക്കെ ആണോ? പിന്നെ എന്താ പറയുന്നത്? ജെസിഐക്ക് എന്താണ് നമ്മുടെ ഇന്റർനാഷണൽ ലെവലില് എന്താണ് സ്റ്റാൻഡേർഡ് നൽകുന്ന ബോഡികൾക്ക് എന്താണ് അക്രഡിറ്റേഷൻ നൽകുന്ന IEEAയുടെയും പിന്നെ എന്താണ് ISQUA അല്ലെ, ISQUAന്റെയും എന്ത് ലഭിച്ചിട്ടുണ്ട്? അക്രഡിറ്റേഷൻ അല്ലെ. 4 വർഷത്തെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. ാണോ? പിന്നെ എന്താണ് ജെസിഐയില് എന്താണ് ടോട്ടൽ 6 അക്രഡിറ്റേഷൻ പ്രോസസ്സും 1 സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുമാണ് ഉള്ളത് അല്ലെ. പിന്നെ ജെസിഐ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? കീ ഫങ്ഷൻസ് ആണ് അല്ലെ. ആണോ? ജെസിഐ സ്റ്റാൻഡേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഏതാണ്? ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡുകൾ അല്ലേ? പ്രധാന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അല്ലെ. പേഷ്യന്റ് സേഫ്റ്റി. കീ ഫങ്ഷൻസ് ഇൻക്ലൂഡ് എന്താണ്? പേഷ്യന്റ് സേഫ്റ്റി, അസസ്മെന്റ് ആൻഡ് കെയർ പ്രോസസ് അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ, എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. അങ്ങനെ എന്താണ് ഹോസ്പിറ്റലിലെ കീ ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മുടെ ജെസിഐ സ്റ്റാൻഡേർഡില് പറയുന്നത്. ഓക്കെ ആണോ? പിന്നെ നമ്മുടെ കമ്പാരിസൺ, ജെസിഐയും നാബും തമ്മിലുള്ള അല്ലെ നമ്മുടെ കമ്പാരിസൺ, ജെസിഐയുമായി നാബിന്റെ കമ്പാരിസൺ ആണ് ലാസ്റ്റ് വരുന്നത്. ഓക്കെ ആണോ? നോക്കണോ ഒന്നുകൂടി? പിന്നെ ആ ഹോസ്പിറ്റലിൽ കേട്ടോ, ഇന്ത്യയില് നമ്മുടെ ജെസിഐയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള ഹോസ്പിറ്റല് അത് നോക്കി വെക്കാം കേട്ടോ. പിന്നെ ഓരോ സ്റ്റാൻഡ്സ് ഒന്ന് ഓർക്കി വെക്കാം കേട്ടോ. ജെസിഐ, NABH, ISQUA, IEEA അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. അതൊക്കെ വരുന്നതാണ് കേട്ടോ, ക്വസ്റ്റ്യന് വരുന്നതാണ്. QCI അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. നമ്മൾ ഇതിന് ഡിപ്ലോമയിൽ പഠിച്ചതൊക്കെ തന്നെയാണ് അല്ലെ. നയൻത് പോയിന്റ് പറയണം. ഓക്കെ, പറയാലോ. ജെസിഐ എന്താണ്? നമ്മൾ നാബിന്റെയും ജെസിഐയുടെയും പറയുന്ന സ്റ്റാൻഡേർഡ്സുകള് പാലിക്കുന്നതിനാണ്. അപ്പൊ നമ്മ പറഞ്ഞു അല്ലെ, ജെസിഐയുടെയും ഒക്കെ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ജെസിഐയുടെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞോ? ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനിങ് എങ്ങനെയുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിനല്ലേ. അവരുടെ പെർഫോമൻസ് മികച്ച രീതിയിൽ അവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അല്ലെ. ആണോ? നമ്മുടെ സ്കൂളുകളില് ഇൻസ്പെക്ഷൻ ആള് വരാറുണ്ട് ഇല്ലേ? നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ ഇൻസ്പെക്ഷൻ ആള് വരാറുണ്ട് ഇല്ലേ? അപ്പൊ ടീച്ചേഴ്സിന് അതിക്ക് മുമ്പ് വന്നുങ്ങാണ്ട് നമ്മുടെ അതിക്ക് മുമ്പ് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും? അവർക്ക് പഠിപ്പിക്കുന്നത് അല്ലെ, ഇഫക്റ്റീവായ രീതിയിൽ പഠിപ്പിക്കാനാണോ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ? ഇഫക്റ്റീവായ രീതിയിൽ അല്ലെ, കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെ പഠിപ്പിക്കാനായിരിക്കും. അപ്പൊ അതേപോലെ ജെസിഐയുടെ സ്റ്റാൻഡേർഡുകള്, ജെസിഐയുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ നഴ്സുമാർക്ക്, ഡോക്ടേഴ്സിന്, അതർ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്.
അവരുടെ പെർഫോമൻസ് മികച്ച രീതിയിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയായിരിക്കോ? ആണോ? ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ജെസ്സി ഇവർക്ക് നാബിന്റെ ജെസ്സി പറയുന്ന സ്റ്റാൻഡേർഡുകൾ അനുസരിക്കുന്നതിനാൽ ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും അതർ സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങുകൾ നൽകുന്നുണ്ട്. ഇതെന്തിലേക്ക് നയിക്കുന്നു? ഗുണനിലവാരമുള്ള പ്രക്രിയകളിലേക്ക് നയിക്കുന്നു അല്ലെ? ഇങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടുമ്പോൾ അവരുടെ എബിലിറ്റി, അവരുടെ സ്കില്ലുകൾ, കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കുന്നുണ്ടോ? നഴ്സുമാർക്ക്, ഡോക്ടേഴ്സിൻ്റെത്, മറ്റ് സ്റ്റാഫുകളുടെ വർദ്ധിപ്പിക്കുന്നില്ലേ? എബിലിറ്റീസ്, സ്കിൽസ്, കോമ്പിറ്റൻസി ഇല്ലേ? വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയുള്ള പ്രവർത്തനമായിരിക്കും ഹോസ്പിറ്റലിൽ കാഴ്ചവെക്കുന്നത്? ഗുണനിലവാരമുള്ള പ്രവർത്തനമായിരിക്കോ ഇവര് കാഴ്ചവെക്കുന്നത്? ആയിരിക്കോ? ആയിരിക്കും. ഇതെന്തിലേക്ക് നയിക്കും? നല്ല ഔട്ട്കംസിലേക്ക് നയിക്കും അല്ലെ? ഗുണനിലവാരമുള്ള പരിചരണങ്ങൾ, സേവനങ്ങൾ കൊടുത്താല് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളിൽ നിന്ന്, പരിചരണങ്ങളിൽ നിന്ന് എന്ത് കിട്ടും? നല്ല ഔട്ട്കംസ് ലഭിക്കും. ആ ഔട്ട്കംസ് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുവോ? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുവോ? അതാണ് പറയുന്നത്. ഓക്കെ ആയോ? ആരാ ചോദിച്ചേ? ഓക്കെ ആയോ? ജെസ്സിയും നാബും പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിനാല് നമ്മുടെ ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, അതർ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ ലഭിക്കുന്നു അല്ലെ? അപ്പൊ അതെന്തിലേക്ക് നയിക്കുന്നു? അവരിൽ നിന്ന് നടക്കുന്ന പ്രവർത്തനങ്ങള് ക്വാളിറ്റി, ഗുണനിലവാരമുള്ള പ്രക്രിയകളിലേക്ക് നയിക്കുന്നു. ഇത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ഇപ്പൊ മിസ് എടുത്ത ഭാഗം, JCI എന്നുള്ള ഭാഗം എല്ലാവർക്കും ഓക്കെയാണ്? ജോയിന്റ് കമ്മീഷൻ അക്രഡിറ്റേഷൻ, JCAHO, ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. Joint Commission on Accreditation of Healthcare Organization. മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ക്വാളിറ്റി JCI ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ മിസ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളില് നമ്മുടെ PGയിലെ ഫസ്റ്റ് മൊഡ്യൂളില് മറ്റേ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടായിരുന്നു, JCI ഉണ്ടായിരുന്നു. ആ രണ്ട് ഭാഗം ക്ലിയർ ആണോ നിങ്ങക്ക് മക്കളെ? രണ്ട് ഭാഗം ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മിസ്സിന് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഡിപ്ലോമയിൽ ഒരു ചാപ്റ്റർ പഠിച്ചിരുന്നു, തേർഡ് മൊഡ്യൂളിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നില്ലേ? അതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇൻവെന്ററി കൺട്രോൾ പഠിച്ചു അല്ലെ? നമ്മ ഐറ്റംസിനെ കോഡിങ് കൊടുക്കുന്നത് പഠിച്ചു അല്ലെ? പിന്നെ മെറ്റീരിയൽസ് എന്താണെന്ന് പഠിച്ചു, IMM പഠിച്ചു അല്ലെ? പർച്ചേസ് ഓർഡർ എന്താണെന്ന് പഠിച്ചു ഇല്ലേ? നെഗോസിയേഷൻ എന്താണെന്ന് പഠിച്ചു ഇല്ലേ? നെഗോസിയേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലെ? അതിന്റെ ഒരു അടുത്തൊരു ഭാഗമാണ് നമുക്ക് PGയിൽ പഠിക്കാനുള്ളത്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് ചാപ്റ്റർ. പക്ഷെ ഇതിൽ പഠിക്കാനുള്ളത് ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ ഇല്ലേ? ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ.
സെക്കൻഡ് മൊഡ്യൂളില് നമ്മുടെ ചാപ്റ്റേഴ്സിൽ വെച്ച് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോട്ടോ. മിസ്സിന്റെ അടുത്ത് പറഞ്ഞു മിസ്സേ ക്ലിയർ ആയിട്ടില്ല, ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരൂ എന്ന് പറയാട്ടോ. ഓക്കെ, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്റ് അക്കൗണ്ടിങ് ആണോ ഓഡിറ്റ്? അക്ഷയ്, അക്കൗണ്ടിങ് ആണോ? വരവ് ചിലവ് കണക്കുകളാണോ? വരവ് ചിലവ് കണക്കുകൾ രേഖപ്പെടുത്തലാണോ? ചെക്ക് ചെയ്യുക അല്ലെ, അസസ് ചെയ്യലാണ് അല്ലെ. വെരിഫൈ ഔട്ട് ഡാറ്റാസ്, വെരിഫൈ എന്താണ്? അസസ് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം ആണോ? An audit, മിസ് പറയാം, an audit is a systematic and independent examination. വിലയിരുത്തലല്ലേ? എക്സാമിനേഷൻ ആണല്ലേ, അസസ്മെന്റ് ആണല്ലേ ഓഫ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് അല്ലെ. നമ്മുടെ വരവ് പറഞ്ഞ പോലെ വരവ് ചെലവ് കണക്കുകൾ അല്ലെ, അവരുടെ എക്സ്പെൻസുകൾ അല്ലെ. അപ്പൊ എന്താണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകള്, അവിടുത്തെ എന്താണ്? പ്രോസസ്സുകൾ അല്ലെ, പ്രക്രിയകള്, അവിടുത്തെ ഓപ്പറേഷൻസ്, വെരിഫൈ ദെയർ അക്യുറസി, കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫ്രീഡം ഫ്രം മെറ്റീരിയൽസ്, misstatement providing stakeholders with confidence in an organization financial position. മിസ് പറഞ്ഞുതരാം, ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ എന്താണ്? സാമ്പത്തിക രേഖകള്, അവിടുത്തെ പ്രക്രിയകള്, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കൃത്യത, അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് പാലിക്കുന്നതിനെ കുറിച്ച്, അവിടുത്തെ എന്താണ്? വസ്തുതാപരമായിട്ടുള്ള അല്ലെ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നിവ പരിശോധിക്കുന്നതിനുള്ള വ്യവസ്ഥാപിതവും സ്വതന്ത്രമായിട്ടുള്ള ഒരു പരിശോധനയെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മിക്കവാറും കേൾക്കുന്നത് ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാറില്ലേ, കമ്പനിയിൽ ഓഡിറ്റ് നടക്കുകയാണെന്ന്, വർഷത്തിൽ ഒരിക്കൽ ഓഡിറ്റ് നടക്കാണ് അല്ലേ. ആ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഓഡിറ്റ് എന്താണ് അവർ അസസ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ആയിരിക്കും അല്ലെ, ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് ആണ്. ബാങ്കുകളില് കണക്കെടുപ്പ്, കണക്കെടുപ്പ് എന്താണ്? ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്, ഫിനാൻഷ്യൽ രേഖകള്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകള്, ഫിനാൻഷ്യൽ റെക്കോർഡ്സുകളല്ലേ ആണോ? അങ്ങനെ നമ്മൾ ഫിനാൻഷ്യൽ റെക്കോർഡുകള് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ രേഖകള് നമ്മൾ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സാമിനേഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്. മിസ് പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സുകള് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകള് വിലയിരുത്തുന്നതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വേറൊരെണ്ണമുണ്ട്, ഇന്റേണൽ ഓഡിറ്റ്. രണ്ടാമത് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഓവറോൾ പെർഫോമൻസ്, ഓവറോൾ കാര്യങ്ങൾ, ഓപ്പറേഷൻസ്, അവിടെ എന്താണ്? ഇപ്പൊ ഒരു കമ്പനിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ എന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകള്, അവിടുത്തെ എന്താണ്? പ്രക്രിയകള്, പ്രോസസ്സുകള്, അവിടുത്തെ എന്താണ്? എല്ലാ എൻവിയോൺമെന്റ്, അവിടുത്തെ എന്താണ്? അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വാലിഡേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ കൺട്രോൾ എൻവിയോൺമെന്റ്, അവിടുത്തെ ഓപ്പറേഷൻസ്, അവിടുത്തെ പ്രോസസ്സുകള്, അവിടുത്തെ സിസ്റ്റംസുകള്, അവിടുത്തെ സാമ്പത്തിക രേഖകള്, എല്ലാ കാര്യങ്ങളും ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങള് വിലയിരുത്തുന്നതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എക്സ്റ്റേണൽ ഓഡിറ്റും ഇന്റേണൽ ഓഡിറ്റും മനസ്സിലായോ? ഇനി വേറൊരു കാര്യം കൂടി, എക്സ്റ്റേണൽ ഓഡിറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്? കണക്കെടുപ്പ്. കണക്കെടുപ്പ് എല്ലാപ്പോഴും ചെയ്യോ? വർഷത്തിൽ ഒരിക്കലാണ് അല്ലെ.
വർഷത്തിൽ ഒരിക്കലാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റ് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. പക്ഷെ ഇന്റേണൽ ഓഡിറ്റ് നമ്മളൊരു കമ്പനിയുടെ പ്രവർത്തനങ്ങള് പ്രോസസ്സുകള് ഒക്കെ നമ്മ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെക്ക് ചെയ്താൽ മതിയോ? പീരിയോഡിക് ആയിട്ട് ചെക്ക് ചെയ്യണം അല്ലേ? ആണോ? ആണ്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ, സാമ്പത്തിക രേഖകള്, അവിടുത്തെ പ്രക്രിയകള്, ഒന്നുകൂടെ പറയണം. ഓക്കെ, ഓഡിറ്റ് എന്ന് ആദ്യം മുതൽ മിസ് പറയാം കേട്ടോ. ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തിക രേഖകള്, അവിടുത്തെ പ്രക്രിയകള്, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കൃത്യത, അവിടുത്തെ എൻവയോൺമെന്റൽ കൺട്രോൾസ്, അവിടുത്തെ സിസ്റ്റംസ് എല്ലാരും എന്താണ് നമ്മ വസ്തുതാപരമായിട്ടും സ്വതന്ത്രമായിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഫർസാൻ ഓക്കെ ആയോ? ഇങ്ങനെ ഓഡിറ്റ് നടത്തുന്നത് മൂലം അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ഈ കമ്പനിയിൽ ഒരുപാട് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ഓഡിറ്റ് നടക്കുന്നത് മൂലം അവർക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ടോ? അവർക്ക് മനസ്സിലാവാണ് അല്ലെ, ആ ഓഡിറ്റ് നടത്തുമ്പോൾ അവിടെ ക്രമക്കേടുകൾ ഇല്ലാന്ന് മനസ്സിലാക്കുകയാണ് അല്ലെ. അത് അവരിൽ എന്താണ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അത് നോക്കിയാലോ. അങ്ങനെ എന്താണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ എന്താണ് പങ്കാളികൾക്ക് എന്താണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെ ഒരു എന്താണ് ആത്മവിശ്വാസം നൽകുന്ന തരത്തില് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ പരിശോധിക്കുന്നതിനെയാണ് വസ്തുതാപരമായിട്ടും സ്വതന്ത്രമായിട്ടും പരിശോധിക്കുന്നതിനെയാണ്, വിലയിരുത്തുന്നതിനെയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? അത് മിസ് ഒരു ഐഡിയ പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് ഓരോ കാര്യങ്ങളായിട്ട് പറയാം. ഓഡിറ്റ് ക്ലിയർ ആയോ? അന്ന് നെക്സ്റ്റ് പറയുന്നത് ഓഡിറ്റ് രണ്ട് തരത്തിലുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നത് വർഷത്തിൽ ഒരു തവണ കണക്കെടുപ്പ് നടക്കുന്ന പറയില്ലേ, ഫിനാൻഷ്യൽ ഡാറ്റാസ് അസസ് ചെയ്ത് അവിടെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യില്ലേ. സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകള്, സാമ്പത്തിക രേഖകൾ പരിശോധിച്ച് വിലയിരുത്തുന്നതിനെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങള്, പ്രക്രിയകള്, അവിടുത്തെ കൺട്രോൾ എൻവയോൺമെന്റ്, അവിടുത്തെ സാമ്പത്തിക രേഖകള്, അവിടുത്തെ സിസ്റ്റംസ് എല്ലാം പരിശോധിച്ച് വിലയിരുത്തുന്നതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫർസാന ഓക്കെ ആയോ? ഒന്നുകൂടി പറയണം. ഓക്കെ, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്, ഓഡിറ്റ് ക്ലിയർ ആയോ ആതിര? ഓഡിറ്റ് ക്ലിയർ ആയോ? ഇനി രണ്ട് തരത്തിലുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റ് നമുക്ക് ഓരോ പീരിയോഡിക് ആയിട്ട് ഇപ്പൊ മന്ത്ലി നടത്താം, അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, അങ്ങനെ പീരിയോഡിക് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് നടത്താനായിട്ട് ആ ഒരു കമ്പനിക്കുള്ളിൽ തന്നെ ഒരു ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആരാ? പുറത്തു നിന്ന് വരുന്നവരാണ് അല്ലെ. തേർഡ് പാർട്ടി ഏജൻസി ആണോ എക്സ്റ്റേണൽ ഓഡിറ്റ് നടക്കുന്നത് അല്ലെ? വർഷത്തിൽ ഒരിക്കല് പുറത്തു നിന്ന് ആളുകൾ വന്നിട്ടാണോ നമ്മുടെ കമ്പനിയില്? പക്ഷെ ഇന്റേണൽ ഓഡിറ്റിന് നടത്താനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ
എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കമ്പനികൾക്കുള്ളിൽ തന്നെ ഒരു ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇനി മിസ് പറയുമ്പോ ക്ലിയർ ആവും കേട്ടോ. അതേപോലെ ഇന്റേണൽ ഓഡിറ്റ്സിലെ നമ്മുടെ പ്രോസസ്സുകൾ, നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ ഇന്റേണൽ ഓഡിറ്റ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സുകൾ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഉണ്ട്, ഇൻപേഷ്യന്റ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്. ഇവിടുത്തെ എല്ലാവിടത്തെയും പ്രക്രിയകൾ, പ്രോസസ്സുകൾ ഒരേപോലെയാണോ? പ്രോസസ് അല്ല. അപ്പൊ ഈ പ്രോസസ്സുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെ പ്രോസസ്സുകൾ വിലയിരുത്തണ്ടേ? പ്രോസസ്സുകൾ വിലയിരുത്തണം അല്ലെ? എന്തെങ്കിലും എന്താണ് പോരായ്മകൾ ഉണ്ടോ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സുകൾ. പിന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മൾ പലതരത്തിലുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? പേഷ്യന്റ് കെയറുമായി ബന്ധപ്പെട്ട എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പേഷ്യന്റ് കെയർ സിസ്റ്റം, ഡോക്ടേഴ്സ് അല്ലെ, നഴ്സിംഗ് സിസ്റ്റം ഉണ്ടോ, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സിസ്റ്റംസും പരിശോധിക്കണോ? നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും ഇന്റർ കണക്ട് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് അല്ലെ, അതല്ലേ സിസ്റ്റം എന്ന് പറയുന്നത്? ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള അല്ലെ പല നമ്മ എന്താണ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? അപ്പൊ ആ സോഫ്റ്റ്വെയർസ് അങ്ങനെയുള്ള സിസ്റ്റംസ് പരിശോധിക്കണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ്. പിന്നെ എന്താണ് ഹോസ്പിറ്റലിലെ കൺട്രോൾ എൻവയോൺമെന്റ് അല്ലെ? എന്താണ് നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ഹെൽത്തി എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ? ഇൻഫെക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെ? ആണോ? ആവശ്യത്തിന് വെന്റിലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിക്കുന്നുണ്ട് അല്ലെ? ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കണോ? പരിശോധിക്കണോ? ഡിസ്ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ടാസ്കുകൾ പറയുന്നുണ്ട് അല്ലെ? സാനിറ്റേഷന്, സ്റ്റെറിലൈസേഷൻസ് അല്ലെ, കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റിംഗ് മെത്തേഡുകള്. അപ്പൊ അതൊക്കെ എന്തിൽ പെടുന്നുണ്ട്? കൺട്രോൾ എൻവയോൺമെന്റിൽ പെടുന്നുണ്ടോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ? അപ്പൊ അതൊക്കെ പരിശോധിക്കണം. പിന്നെ എന്താണ് നമുക്കറിയാം ഹോസ്പിറ്റലില് എന്താണ് പലതരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലെ? നിയന്ത്രണങ്ങളുണ്ട് അല്ലെ? പോളിസികളുണ്ട്. അപ്പൊ അതൊക്കെ അവര് പ്രാവർത്തികമാക്കുന്നുണ്ട് അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? പിന്നെന്താണ് നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രേഖകൾ അല്ലെ? സാമ്പത്തിക രേഖകള്. പിന്നെന്താണ് സപ്ലൈ മാനേജ്മെന്റ് ചെയിൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ക്രിട്ടിക്കൽ ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെ? എന്താണ് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്താണ് റൈറ്റ് ടൈമില് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ആവശ്യമായ അളവില് റൈറ്റ് ക്വാളിറ്റിയിൽ എത്തിച്ചു കൊടുക്കണോ? എത്തിച്ചു കൊടുക്കണം അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ് സപ്ലൈ മാനേജ്മെന്റ് ചെയിൻ ആണ് അല്ലെ? ഓരോ സ്ഥലത്തേക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഒരു ഒഴുക്കും ഒരു തടസ്സങ്ങളും ഇല്ലാതെ എത്തിച്ചു കൊടുക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സപ്ലൈ മാനേജ്മെന്റ് ചെയിൻ, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് പരിശോധിക്കണോ? അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അസസ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലിലെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ?
ഫർസീൻ നോ എന്നാണോ പറഞ്ഞത്, ക്ലിയർ എന്നാണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ മിസ് എനിക്ക് ജസ്റ്റ് ഈ ക്ലാസ് ഈ ഒരു ടോപ്പിക് എടുത്ത് തരുന്നതിന് വേണ്ട ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇനി ചാപ്റ്റർ മിസ് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. നമുക്ക് പെട്ടെന്ന് പോവാ കേട്ടോ. ഓക്കെ അല്ലേ? നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളില 2 സെക്ഷൻ ഓക്കെ അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളില ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ അപ്പൊ ഒന്ന് നോക്കുക നിങ്ങൾ കേട്ടോ. ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആവുമ്പോൾ ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ പുതിയ മൊഡ്യൂൾ തുടങ്ങി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ സാറ്റർഡേ പെരുന്നാളാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ആശംസകൾ കേട്ടോ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു ഓൾ. നാളെ ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ?